ചേട്ടാ അത് തന്നെയാണ് പ്രശ്നം. കോമഡി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഗ്രേഡ് ജോണർ ആണെന്നും അത് ചളിയാണെന്നും ഉള്ളൊരു ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രസ് മീറ്റ് കാണുന്ന സമയത്ത് ഇപ്പോൾ പറയണ്ടായിരുന്നു ഓക്കെ. അന്ന് അത്രയും ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഓറഞ്ച് കത്തുന്ന പേടിയായിരുന്നു. ഇപ്പൊ ഓറഞ്ച് കത്തി തുടങ്ങിയത് അന്ന് ആക്ച്വലി പിന്നെ വിജയ് സാർ പറഞ്ഞതാണ് അന്ന് ഓഫ്ലൈൻ ടിക്കറ്റ്സ് ഒരുപാട് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ആക്ച്വലി നമുക്ക് ബുക്ക് മൈ ഷോയിൽ കുറവായിരുന്നെങ്കിലും പല ഷോസും ഹൗസ്ഫുൾ ആയിരുന്നു. ഇപ്പം ഈവൻ ഓൺലൈൻ ബുക്കിംഗ് പോലും ഭയങ്കര ഓറഞ്ച് കത്തി തുടങ്ങി. വെരി ഹാപ്പി വെരി ഹാപ്പി. അത് സെക്കൻഡ് മൺഡേ ആയിട്ടും ഇന്ന് പോലും രാവിലെ എടുക്കുമ്പോൾ നല്ലൊരു ട്രെൻഡാണ് കാണുന്നത്. അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് ഈസ് വിന്നിങ്. ഹാപ്പി. ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അതെ എനിക്ക് ഇവിടത്തേക്കാളും വനിതാ വിനീതയിൽ നമ്മൾ കണ്ടത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് ഇപ്പം ഇവിടെ സെലിബ്രിറ്റീസ് ആണ് കൂടുതലും, പക്ഷെ അത് വെരി കോമൺ ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ഗോൾഡ്. താങ്ക് യു. ഇത് റൈറ്ററാണ്. കോമഡികളിൽ കുറെ എലമെന്റ്സ് ഉണ്ടെന്നുണ്ട്. ഇതിനകത്ത് കുറെ ചിരിക്കാനുള്ള കുറെ എലമെന്റ്സ് ചെറിയ ചെറിയ പോർഷൻസ് അത് ലൊക്കേഷനിൽ തന്നെ ചെയ്താണ് ഇംപ്രവൈസ് ചെയ്തായിരിക്കും കൂടുതൽ. ചെറിയ വൺ ലൈൻ ജോക്സിൽ പലതും ഇംപ്രവൈസ് ചെയ്താണ്. ഇപ്പം അതിൽ ഏറ്റവും ചിരി പൊട്ടിയ ഷറഫിക്ക പൂജ മോഹൻരാജിന്റെ ഒരു പർട്ടിക്കുലർ സീനിന് ഭയങ്കര ചിരി പൊട്ടിയിട്ടുണ്ട്. അത് ഷറഫിക്ക ഓൺ സെറ്റ് ഓൺ സീൻ ഇംപ്രവൈസ് ചെയ്തതാണ്. അതെ. ഇപ്പൊ തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ കോമഡി വർക്കൗട്ട് ഭയങ്കര പാടാണ്. ചില നമുക്ക് ചളിയായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പൊ ഈ ഒരു ചേട്ടാ അത് തന്നെയാണ് പ്രശ്നം. കോമഡി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഗ്രേഡ് ജോണർ ആണെന്നും അത് ചളിയാണെന്നും ഉള്ളൊരു പ്രീ കൺസെപ്റ്റ് ഉണ്ട്. അത് തെറ്റാണെന്നാണ് പറയുന്നത്. ആദ്യം കാണുന്ന റിവ്യൂവർ ചളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ചളിയാണെന്നുള്ള പ്രീ കൺസെപ്റ്റ് നോഷനിലൂടെ പോകുന്നതാണ് ആ പ്രശ്നം. കോമഡി ഓൾവേസ് വിൻസ്. കോമഡി എന്ന് പറയുന്ന സാധനത്തിന് എല്ലാവരെയും ചിരിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ചിരിക്കാത്ത ആൾക്കാരായിരിക്കാം ചളി എന്ന് പറയുന്നത്. സോ ചളി ഈസ് നോട്ട് എ ബാഡ് തിങ്. അതിവിടെ ഇപ്പം പറയുകയാണ്. ചളി എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള സാധനമല്ല. മലയാളം സിനിമ ഈസ് ബിൽഡ് ഓൺ ചളി. ഒരു കുഴപ്പമില്ല. അപ്പോൾ കോമഡി എന്ന് പറയുന്ന മലയാളത്തിൻ്റെ വെരി എന്താ പറയുക ഏറ്റവും ബേസിക് ആയിട്ടൊരു ജോണറാണ്. അത് ചെയ്യാൻ പേടിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ സുരാജേട്ടൻ കൊണ്ടുവന്ന ഇതിനകത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം പുള്ളി പക്ക കോമഡിയിൽ ഔട്ട് ആൻഡ് ഔട്ട് ചെയ്ത സിനിമയാണ്. അപ്പൊ പുള്ളിയുടെ കഥ പറയുമ്പോൾ പുള്ളിയുടെ ഇത് എങ്ങനെയാണ്? പുള്ളിക്ക് ആക്ച്വലി നമ്മൾ നീ പറയുന്നത് പുള്ളിക്ക് സത്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ പറഞ്ഞ് ഓരോ എത്തുമ്പോൾ തന്നെ പുള്ളി അവിടെ വെച്ച് തന്നെ ഓരോന്ന് അഭിനയിച്ച് കാണിച്ചു. ഈ ഓരോ സീനൊക്കെ പുള്ളി അവിടെ വെച്ച് തന്നെ അഭിനയിച്ചാണ്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളിക്ക് ആ പഴയ റോളൊക്കെ ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ്. നമ്മളത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. പഴയ ദേശമൂലം നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഈ ക്യാരക്ടർ ആ പഴയ ഒരു റോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ സുരാജ് പുള്ളി ഇദ്ദേഹം കുറെ കാലങ്ങളായിട്ട് സീരിയസ് റോളുകളാണ്. അദ്ദേഹം ഈ റോൾ ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ എവിടെയുണ്ടാവുന്നത്? അതെ, നമ്മൾ സ്റ്റോറി പറയുമ്പോൾ തന്നെ പുള്ളി അവിടെ നിന്ന് അഭിനയിച്ചങ്ങ് തുടങ്ങി. വിജയ് സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അവിടെ തന്നെ അഭിനയിച്ച് അത്രയും കംഫർട്ടബിൾ ആയി. പുള്ളി ആ റോളിലേക്ക് അത്രയും കംഫർട്ടബിൾ ആയി. പിന്നെ ഇങ്ങനെ ഒരു റോള് സുരാജേട്ടൻ ആദ്യമല്ലല്ലോ ചെയ്യുന്നത്. സുരാജേട്ടൻ ചെയ്ത് വന്ന റോളുകൾ ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ പുള്ളിക്ക് ഇറ്റ്സ് ലൈക്ക് അനദർ ഡേ. അപ്പോൾ പുള്ളിക്ക് അത് ഈസി പരിപാടിയാണ്. എല്ലാവരും കയറി കാണുക. അത് തന്നെയാണ് കാണുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും. എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക. അതന്നെ കാണുക. എല്ലാവരും പറയുന്നുണ്ട് 2 മണിക്കൂർ എല്ലാ ടെൻഷനും മറന്നു വെച്ച് ചിരിക്കാൻ പറ്റിയെന്നുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. അതിനുവേണ്ടി തന്നെ എല്ലാവരും പോയി കാണുക, കണ്ട് ചിരിച്ച് തിരിച്ചു വരിക. താങ്ക് യു.